യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൈപ്പർ മാർക്കറ്റ് എന്താണെന്ന് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. ഇത് തീർച്ചയായിട്ടും തുടക്കക്കാർക്കും അതേപോലെ തന്നെ അറിയാത്ത ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾ വളരെ കുറവാണ്. ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് അല്ലേ. കൊച്ചിയിൽ ലുലു മാൾ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ടുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ കോഴിക്കോട് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതിനുശേഷമാണ് പിന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വന്നത് അല്ലേ. ഹൈപ്പർ മാർക്കറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഒന്നുകിൽ നെസ്റ്റോനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ലുലുവിനെ കൊണ്ടുവരാം. നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തൊക്കെ ഈ രണ്ട് ബ്രാൻഡുകളും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ബ്രാൻഡുകളിൽ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടിയും ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം എടുക്കുന്നത്. ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കും, ഇന്ന ഹൈപ്പർ മാർക്കറ്റിൽ എന്താ അത് പറയാത്തത്, ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എന്നോട് ചോദിക്കാറുള്ളതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അവിടെ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞു തരാനായിട്ട് ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലുള്ള ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൾഫിലായാലും നാട്ടിലായാലും ഇപ്പോൾ വരുന്ന ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഗൾഫിലെ ഫോർമാറ്റും നാട്ടിലെ ഫോർമാറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് നോക്കാം ഹൈപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളതെന്ന്. ഫ്രഷ് ഫുഡ്, സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള വേർഡ് നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ് അല്ലേ. സൂപ്പർ മാർക്കറ്റ് എന്താണ്? സൂപ്പർ മാർക്കറ്റ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റ് വരുന്നതിനെക്കാട്ടിലും മുമ്പൊക്കെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം നാട്ടിൽ പല മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ വന്നിരുന്നൊരു കാലമുണ്ട്. ബിഗ് ബസാറിൽ പോയിട്ടുള്ള ഒരുപാട് കാലങ്ങളുണ്ട്. റിലയൻസിൽ പോയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും പറയുന്നത് നമ്മൾ വേറൊരു ഫോർമാറ്റിലേക്ക്, അതായത് നമ്മളൊരു ഗൾഫിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വന്നത് ലുലു നെസ്റ്റോ ഒക്കെ വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ ലുലു വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. എന്താണ് ഫ്രഷ് ഫുഡ്? ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, അത് തന്നെയാണ് ഫ്രഷ് ഫുഡ് തന്നെ പറയും ചില ആൾ. അതായത് ഫ്രഷ് ഫുഡിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാറ്റഗറികളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FNV എന്ന് വിളിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ. നമ്മൾ കാണാറില്ലേ, പച്ചക്കറിയുടെ സെക്ഷൻ ഉണ്ടാവാറില്ലേ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത്. ഒരു എൻഡിലേക്കാക്കിയിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടാവും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെക്ഷൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ വരുന്നത് എവിടെയാണ്? ഫ്രഷ് ഫുഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ചില ആളുകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാറ്റഗറി ഇന്ന സെക്ഷനിലാണെന്ന് എഴുതി കൊടുക്കും. എവിടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ഫുഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ഫുഡിൽ ഏത് കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഒന്നുകിൽ സ്റ്റിക്കർ നമ്മൾ എടുത്തിരുന്ന PLU ഒക്കെ അടിച്ചിട്ട് എടുത്തിരുന്ന ബില്ലിംഗ് പോലത്തെ ഒരു കൗണ്ടർ ഉണ്ടാവും, അത് കൗണ്ടർ സ്റ്റാഫാണെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ സെയിൽസ് സ്റ്റാഫാണെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്, ഹെൽപ്പറാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലി പ്രിപ്പറേഷൻ റൂമിലാണ് എന്നൊക്കെ പറയും. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഫിഷ്. പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് സീ ഫുഡായിട്ട് റിലേറ്റഡ് ആയിരുന്ന പ്രൊഡക്റ്റുകൾ. ചില ആളുകൾ ചിലപ്പോൾ കാറ്റഗറിയിൽ സീ ഫുഡ് എന്നായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ഫിഷ് എന്ന് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മുടെ ഷോപ്പിൽ ഫിഷ് എന്നാണുള്ളത്, ചില ഷോപ്പിൽ എന്തുണ്ടാവും സീ ഫുഡ് എന്നായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ രണ്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഫിഷാണെന്നുള്ളത്. ഈ ഫിഷും എന്താണ്? ഫ്രഷ് ഫുഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും നമുക്ക് മീറ്റ് സെക്ഷൻ. ചിലപ്പോൾ മീറ്റ് എന്ന് എഴുതൽ കുറവായിരിക്കും, ബുച്ചറി എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ബുച്ചറിയുടെ അർത്ഥം ഇത് തന്നെയാണ്. ബുച്ചറിയിലാണ് എന്തുണ്ടാവുക? മീറ്റുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ചില ഷോപ്പിൽ മാത്രം കാണുന്ന ഒരു കാറ്റഗറിയാണ് ഡെലിക്കസി എന്ന് പറയുന്നത്. ചിലപ്പോൾ നാട്ടിൽ വളരെ റെയറായിരിക്കും, എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നെസ്റ്റോയിലും ലുലുവിലും സംഭവമുണ്ട്. കൊച്ചി ലുലുവിലാണെങ്കിൽ നല്ല ഡീപ്പായിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നെസ്റ്റോയിലും ഉണ്ടായിരുന്നു ഡെലിക്കസി. ഈ ഡെലിക്കസിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കാം. ഓരോ കാറ്റഗറിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഡെലിക്കസിയിൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചീസ്, ഒലിവ്സ്, പിക്കിൾസ്, ഉപ്പിലിട്ടതൊക്കെ ഈ ഡൽഹിയിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഒരുപാട് അറബ്സൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഡൽഹി മസ്റ്റാണ്. അവരുടെ ഒരു എത്തനിക്കായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളൊക്കെ ലഭിക്കുക ഡൽഹിയിലാണ്. മോട്ടഡല്ല എന്നൊക്കെ പറയും. ചില എന്താ പറയുക, നമ്മുടെ മീറ്റിനെ അരച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ബോൾ രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഒരു കട്ട് ചെയ്തിട്ടും സ്ലൈസ് ആക്കിയിട്ടൊക്കെ കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഡൽഹിയിലാണ് അവർക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എന്തുണ്ട്? ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്.
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വരുന്നുണ്ട്, ഫിഷ് വരുന്നുണ്ട്, മീറ്റ് വരുന്നുണ്ട്, ഡെലി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പോവാം ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് പോകട്ടെ. ഈ ഫ്രഷ് ഫുഡാണ് പ്ലസ് ഇതെന്താണ് ഹോട്ടായിട്ടുള്ള ഫുഡാണ്. ഈ ഹോട്ട് ഫുഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ലുലുവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലേ. കറികൾ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, റെഡി ആയിട്ടുള്ള കറികളുണ്ടാവും, പരിപ്പ്, ചിക്കൻ, അതേപോലെ തന്നെ ബീഫ് കറി, കൊണ്ടാട്ടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിന് ഗ്രാമിലോ അല്ലെങ്കിൽ കിലോയിലോ അതിൻ്റെ വെയിറ്റ് അവരോട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പൊറോട്ട, അതേപോലെ തന്നെ പലതരം റൈസുകൾ, ഇതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അത് ഹോട്ട് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷനിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ബേക്കറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രെഡ്. ഞാൻ പറയാണ്ട് തന്നെ ബേക്കറി എന്താണെന്നുള്ളത് അറിയാം. ബ്രെഡ്, അതുപോലെ തന്നെ ബേക്കറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ചിലപ്പോൾ കുബൂസൊക്കെ ലൈവ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ടാവും. ഇതൊക്കെ ഹോട്ട് ഫുഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫ്രഷ് ഫുഡിൽ ഇത്രയും കാറ്റഗറീസാണ് വരുന്നത്. ഇനിയിപ്പോൾ പുതിയതായിട്ടുള്ള പല കാറ്റഗറീസൊക്കെ ആഡ് ആവാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന കൗണ്ടർ ഉണ്ടാവും, കരിമ്പിൻ്റെ ജ്യൂസ് അടിക്കുന്ന കൗണ്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ സലാഡ്സുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന ഗ്രാബ് ആൻഡ് ഗോ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ഈ ഒരു ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടോ അതൊക്കെ ഫ്രഷ് ഫുഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനിയും ഭാവിയിൽ ഒരുപാട് കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ കുറക്കാം. ഇതൊക്കെ അതിനകത്ത് വരുന്നൊരു സംഭവമാണ്. ഫ്രഷ് ഫുഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫുഡല്ല. എന്നാൽ ഫ്രഷ് ഫുഡിൽ യൂസ് ചെയ്യുന്ന വെയിൻ സ്കെയിൽ ഇതൊക്കെ കിലോയിലാണെന്ന് ഞാൻ പറഞ്ഞു, അളന്ന് കൊടുക്കുന്നത് കിലോയിലാണ്. ഈ ഫ്രഷ് ഫുഡിൽ യൂസ് ചെയ്യുന്ന വെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന അങ്ങനെയുള്ളൊരു കൗണ്ടറാണ് ഈ പറയുന്ന റോസ്റ്ററി സെക്ഷൻ എന്ന് പറയുന്നത്. റോസ്റ്ററിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. നട്ട്സ്, ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ വരുന്ന ഒരു കൗണ്ടറാണ് റോസ്റ്ററി കൗണ്ടർ. അതേപോലെ സ്റ്റാപ്പിൾസ് ഉണ്ടാവും, കുറച്ച് അരി, പയർ, പഞ്ചസാര, കടലൊക്കെ ലൂസായിട്ട് വിൽക്കുന്ന ഒരു ഏരിയയും കാണാൻ പറ്റും. അതും വെയിൻ സ്കെയിൽ അളന്നു കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു സെക്ഷനായിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാലും ഈ ഒരു സെക്ഷൻ പോലെ തന്നെ ആയിരിക്കും അവിടെയും വെയിൻ സ്കെയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സെക്ഷൻ. അതായത് FMCG ഫുഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിനകത്ത് കാണുന്ന വേറൊരു സംഭവമാണ് FMCG ഫുഡ് എന്ന് പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ FMCG നോൺ ഫുഡ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് സൂപ്പർ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട കാറ്റഗറീസ് വരുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ചിൽഡ് ആൻഡ് ഡയറി സെക്ഷൻ ഉണ്ടാവും. ചിൽഡ് ആൻഡ് ഡയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പാല്, തൈര്, മോര്, ജ്യൂസൊക്കെ ഉണ്ടാവണ ഒരു ഏരിയ. ചിൽഡ് ആൻഡ് ഡയറി, തണുത്ത ഡയറി പ്രൊഡക്റ്റുകൾ, അത് എപ്പോഴും ഒരു ചില്ലറിലായിട്ട് കീപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. പാല്, തൈര്, മോര്, ജ്യൂസ്, ഇങ്ങനെയുള്ളൊരു കാറ്റഗറി കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഫ്രോസൺ ആയിട്ടുള്ള ഫുഡുള്ള സ്ഥലം, ഫ്രോസൺ ഫുഡ്സ്. ചിക്കൻ ഫ്രോസൺ ഫുഡിൽ വരുന്നതാണ്, ഐസ്ക്രീം ഫ്രോസണിൽ വരുന്നതാണ്. അപ്പോൾ ചിൽഡ് ആൻഡ് ഡയറി വരുന്നുണ്ട്, ഫ്രോസൺ വരുന്നുണ്ട്, അതുപോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള FMCG ഫുഡുകൾ വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന എന്താ പറയുക, പാക്കഡ് ആയിട്ടുള്ള ഫുഡുകളും, അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗ ജീവിതത്തിൽ നമ്മൾ കൂടുതലായിട്ട് മേടിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ അപ്പോൾ എന്താണ് വരുന്നത്, FMCG ഫുഡിനകത്താണ് വരുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, പല ആളുകൾക്ക് FMCG ഫുഡ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ FMCG ഫുഡ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് FMCG നോൺ ഫുഡ്. അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, FMCGയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നാണ്. അപ്പോൾ എത്രയും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ നോൺ ഫുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു കാറ്റഗറി. നോൺ ഫുഡിൽ തന്നെ പേപ്പർ പ്രൊഡക്റ്റുകളും, അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ് മെറ്റീരിയൽസും, ലിക്വിഡുകളും, ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള പേപ്പറിൻ്റെ ഒരു ഏരിയ, ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാകും, അതും നോൺ ഫുഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷൻ. ചില ആളുകൾ ഇതിനെ DPH എന്ന് വിളിക്കും, ചില ആളുകൾ കോസ്മെറ്റിക്സ് എന്ന് വിളിക്കും. ലുലുലൊക്കെ നെസ്റ്റോലൊക്കെ വിളിക്കുന്നത് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്നാണ്. ഈ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലാണ് ഈ പറയുന്ന സോപ്പ്, ക്രീം, പേസ്റ്റ്, നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലാണ്. നമ്മൾ കൂടുതലും നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഗൾഫിലൊക്കെ ഉള്ളൊരു നാട്ടിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതലും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ വരുമ്പോൾ മേടിക്കുന്ന ടൈഗർ ബാം, അതേപോലെ തന്നെ മറ്റേ കൊമ്പമീശക്കാരൻ തൈലം, കോടാലി തൈലം, അതൊക്കെ കൂടുതൽ മേടിക്കുക ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ സോപ്പുകൾ, ലെക്സിൻ്റെയൊക്കെ മണം പണ്ട് പെട്ടിന്ന് വരുമ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്ത് കിട്ടുന്നതിന് നല്ലൊരു മണം. ആ ഒരു കാറ്റഗറി ഇതാണ് ഈ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരുപാട് നിങ്ങൾക്കറിയുന്ന ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും, അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറിയാണ്. സൂപ്പർ മാർക്കറ്റിൽ FMCG ഫുഡും FMCG നോൺ ഫുഡും പഠിച്ച്, അതുപോലെ തന്നെ ഫ്രഷ് ഫുഡും പഠിച്ച്, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കൂടാതെ അടുത്തൊരു സംഭവമാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ മാത്രമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്,
സൂപ്പർ മാർക്കറ്റ് ചിലപ്പോൾ മാത്രമായിട്ട് കാണാറുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് രൂപപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ കയറ്റിക്കും. അതായത് സൂപ്പർ മാർക്കറ്റ് മാത്രമായിട്ട് കാണാറുണ്ട്. ചില ഷോപ്പിൽ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് ഫുഡ്, നോൺ ഫുഡ്, ഫ്രഷ് ഫുഡ് ചിലതുണ്ടാവും. ചിലപ്പോൾ മീറ്റോ ഉണ്ടാവും, ചിലപ്പോൾ അത് ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും അതൊരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇതും പ്ലസ് ഇതും ഉണ്ടാവും. അപ്പോൾ അതൊരു സെക്ഷനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറാറുണ്ട്. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്താണെന്ന് പഠിക്കട്ടെ. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ സ്റ്റോർ കണ്ടിട്ടില്ല നിങ്ങളെ ഷോപ്പിനകത്ത് ഗാർമെൻറ്റ്സ് ഒക്കെ, അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വരുന്ന ഒരു വിഭാഗമാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അതിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും? മെൻസ്, ലേഡീസ്, കിഡ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ അടങ്ങിയിട്ടുള്ള കാറ്റഗറി. മെൻസ്, ഇപ്പോൾ നമുക്ക് ലുലു ഫാഷൻ സ്റ്റോർ എടുത്ത് നോക്കാം. ലുലുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ലുലു ഫാഷൻ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ മെൻസ്, ലേഡീസ്, കിഡ്സിനൊക്കെ ആയിട്ടുള്ള ഗാർമെൻറ്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടാവും. സാരീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി ഉണ്ടാവും, സാരീസ്, എത്നിക് വെയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇത് ഗാർമെൻറ്റ്സ്, ഡ്രസ്സിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഫുട് വെയറിലുണ്ടാവും. ഫുട് വെയറിൽ തന്നെ കാറ്റഗറി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുരുഷന്മാർക്കുള്ളതുണ്ടാവും, സ്ത്രീകൾക്കുള്ളതുണ്ടാവും, കുട്ടികൾക്കുള്ളതുണ്ടാവും. ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇനിയുള്ള സംഭവമാണ് ലഗേജ്. കണ്ടുണ്ടാവും നിങ്ങൾ ലഗേജിൻ്റെ സെക്ഷൻ. ഫുട് വെയർ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ ലഗേജുകൾ ഉണ്ടാവുക കേട്ടോ. ലഗേജ് സെക്ഷൻ, ലഗേജ് പെട്ടികളും അതുപോലെ തന്നെ ബാഗുകളും ട്രോളി ബാഗുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ലഗേജ്. ഈ ലഗേജിനോട് ചേർന്നിട്ട് തന്നെ എപ്പോഴും കാണാൻ പറ്റും, നമ്മൾ ഈ മസാല ദോശ ഓർഡർ ചെയ്യുന്ന സമയത്ത് വട കയറി വരുന്ന പോലെ തന്നെ ലഗേജിനോട് ചേർന്നിട്ടായിരിക്കും സ്പോർട്സ് കൂടുതലും കാണാനായിട്ട് പറ്റുക. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ സ്പോർട്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടോയ്സാണ്. കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ ടോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ശരിക്കും ഈ ടോയ്സ് അവിടെ ഉണ്ടാവും. ഈ ടോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റേഷനറി. ചിലപ്പോൾ ഈ സ്റ്റേഷനറി ഇവിടത്തേക്കും വരും കേട്ടോ. സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തായിരിക്കും വരിക, പക്ഷെ എന്നാലും അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ ഒരു സംഭവമാണ് അത് വരുന്നത്. സ്റ്റേഷനറി ഉണ്ടാവും. സ്റ്റേഷനറി ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സ്ഥലത്ത് മാത്രം ചിലപ്പോൾ സ്റ്റേഷനറി ഉണ്ടായിക്കോളണം എന്നുണ്ട്. സ്റ്റേഷനറി എന്തായാലും ഉണ്ടാവും, മസ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഇവിടെ വരുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ടോയ്സും സ്റ്റേഷനറിയും. പിന്നെ നമ്മൾ പോകുന്നത് ഹൗസ് ഹോൾഡിലേക്കാണ് കേട്ടോ. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹൗസിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെ വരുന്നുണ്ട്? ക്രോക്കറി എന്ന് പറയും നമ്മൾ. ക്രോക്കറി പ്രൊഡക്റ്റുകൾ, പാത്രങ്ങൾ, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, ഒരു കിച്ചണിലേക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഹൗസ് ഹോൾഡ്. ഫ്രൈ പാന്, കുക്കറൊക്കെ വരുന്ന സംഭവമാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വേറൊരു കാറ്റഗറി വരുന്നത് ഹോം ലിനൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം ലിനൻ സെക്ഷൻ. ഹോം ലിനൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലിനനിൽ തന്നെ ഇങ്ങനെ കാറ്റഗറി ചെയ്യാം: ബെഡ് ലിനൻ, ബാത്ത് ലിനൻ, ഹോം ഡെക്കോർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാം. ബെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കിടക്ക, തലേണ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, കംഫർട്ടർ, ബ്ലാങ്കറ്റൊക്കെ വരും, അത് ഹോം ലിനന് വരും. ബാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബാത്ത് ടവൽ, അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഇതിനകത്തേക്ക് വരും. തോർത്തൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഹോം ഡെക്കോർ, ഇതൊക്കെ ഹോം ഡെക്കോറിൻ്റെ കാറ്റഗറിയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള, അതായത് ക്ലാസ് നീളം കൂടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഷോർട്ടാക്കുന്നത്. അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് എന്ത്, ഒരു ഹൈപ്പർ മാർക്കറ്റ്. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത്രയും കാറ്റഗറി ഉണ്ടെന്ന് പറയാനായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നത്. കാരണം നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ടുണ്ടാവും, ലുലുവിലോ നെസ്റ്റയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാറ്റഗറി കാണാൻ പറ്റും. ഇപ്പോൾ കോഴിക്കോട് നെസ്റ്റയിൽ പോകുന്ന ആളുകൾക്ക് ഈ ഒരു മെൻസ് ക്ലോത്തിങ്ങും ലേഡീസ് അങ്ങനത്തെ സംഭവങ്ങൾ ചിലപ്പോൾ അവിടെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷേ യു എയിലൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ നെസ്റ്റോയിലും ഇത് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ലുലുലു, ചില ലുലുവിൽ എന്തുണ്ടാവാറില്ല, ചിലപ്പോൾ ഗാർമെൻറ്റ്സ് ഉണ്ടാവണമെന്നില്ല. അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ചിലപ്പോൾ എക്സ്പ്രസ് എന്നോ അല്ലെങ്കിൽ ഈസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വേറെ പേരിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവും. ഇതൊരു നോർമൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഫോർമാറ്റാണ്. നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ഇത്രയും കാറ്റഗറി വേണം. ഞാനൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, നിയോ മാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. ആ ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന കാറ്റഗറീസൊക്കെ നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അജ്മാനിലുള്ള ആളുകളാണെങ്കിൽ എന്തായാലും നിയോ മാർട്ടിൽ വരണം. കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ടും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അടുത്ത വീഡിയോസിലൊക്കെ കൊടുക്കുക. നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾ ഗൾഫിലേക്ക് ഈ ഒരു ജോലി അന്വേഷിച്ച് പോകാൻ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഒരുപാട് ഉപകാരത്തിൽപ്പെടും.
ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്ര നേരം ക്ലാസ് കേട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വീഡിയോസിൽ കാണാം. സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ് ഫ്രം ആംസെറ്റ് അക്കാദമി. റീറ്റെയിൽ ട്രെയിനർ സബീർ ഇബ്രാഹിം.